നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പില്ലോ നമുക്ക് എന്തുമാത്രം പണി തരും എന്നുള്ളൊരു ഇതാണ്. സോ പില്ലോട് അലർജി ആയിരുന്നു. ശരിക്കും ഫേസിന് എന്താ പറ്റിയേ? ആക്ച്വലി ഞങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പില്ലോ നമുക്ക് എന്തുമാത്രം പണി തരും എന്നുള്ളൊരു ഇതാണ്. സോ പില്ലോട് അലർജി ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ആക്ച്വലി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പുതിയ പില്ലോ കവർ മേടിച്ചാണ് ഇടാറ്. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് അലർജി വന്നു. ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ശരിക്കും കംപ്ലൈൻറ്റ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ? ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ആൻറ്റിബയോട്ടിക്സും പിന്നെ ഫേസ് വാഷും ഒക്കെ പുതിയ സാധനങ്ങൾ. ഇത് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? കംപ്ലൈൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് പോയി ചെയ്യാൻ പറ്റുമോ? എത്ര നാളായിട്ട് ഇങ്ങനെ വന്നു ഇത്? 1 month. ഇതുവരെ മാറ്റം? ഇപ്പം ആന്റിബയോട്ടിക്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്നുള്ള അലർജി ഇതുവരെയായിട്ട് എനിക്ക് ഇങ്ങനെ എൻ്റെ ആക്നിയോ അല്ലെങ്കിൽ സ്കിന്നിൽ അത്ര ഒരു പ്രശ്നം, ഡസ്റ്റ് അലർജി വരാറുണ്ടെന്നല്ലാണ്ട് ഇത് കുറച്ച് ഇതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെൻ യു ആർ ട്രാവലിംഗ്, സ്പെഷ്യലി ട്രെയിനിൽ പോകുമ്പോൾ സ്വന്തമായിട്ട് പില്ലോ കവറും സ്വന്തമായിട്ട് കൊണ്ടുപോവുക. എനിക്ക് ഇതുപോലെ പില്ലോ യൂസ് ചെയ്തിട്ടാണ് അലർജി വന്നത്. അതിൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിങ്ങൾ പറ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചില്ല. അടിപൊളി ഫുഡ്, സത്യം. ഞാനും നമ്മളെല്ലാവരും ഒന്ന് പറയായിരുന്നു. കപ്പ മീൻകറി സൂപ്പർ ഫുഡായിരുന്നു. നീ വിശപ്പിൻ്റെ ആണോന്ന് അറിയില്ല. ഇവിടെ അല്ലാതെ ഫുഡ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് നല്ല മംഗളമായിട്ട് നടന്നു കല്യാണം. സോ ഹാപ്പി ഫോർ ഹർ. കല്യാണത്തിന് കണ്ടില്ല? കല്യാണത്തിന് ഓണമല്ലേ മോനെ, കുറച്ച് പൈസ ഉണ്ടാക്കുന്ന സമയമാണ്. ഇല്ല, തിരക്കായിരുന്നു. ഓണമല്ലേ എവിടം വരെ എത്തി? ഓണമല്ലേ കഴിയാറായി. അല്ല, തുടങ്ങുകയാണ്. പക്ഷെ ഞങ്ങളുടെ സെയില് കഴിയാറായി. ഓണത്തിന് നിങ്ങളുടെ എന്തൊക്കെയാ വിശേഷം? തന്നെയാണ് വിശേഷം. എങ്ങനെയുണ്ട്? കുറിച്ചല്ലേ പറയുന്നത്. സാരി കൊള്ളാം, ലുക്കായിട്ടുണ്ട്. ആ മൂക്കുത്തിയെ കുറച്ചുകൂടെ ഭംഗി. വെറൈറ്റി. മഹാരാഷ്ട്രീയൻ കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ സ്പോൺസർ ചെയ്യാൻ. Giselle, they are saying bye to you. Bye. ഇല്ല വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും പോകും. പക്ഷെ വിളിച്ചിട്ടില്ല. താങ്ക് യു.